ചിറക്കൽ വീട്ടിൽ എല്ലാവരുമുണ്ട്. കാസിം കോയയ്ക്ക് 4 മക്കളാണ്. 2 ആണും 2 പെണ്ണും. മൂത്തത് സുബൈദ, ടീച്ചറാണ്. ഭർത്താവ് സലീം പ്രവാസിയായിരുന്നു, ഇപ്പോൾ നാട്ടിൽ കൃഷിയുമായി നടക്കുന്നു. ഇവർക്ക് 2 മക്കൾ. മൂത്തത് ഷാനവാസ്, ഉമ്മച്ചിയുടെ പാത പിന്തുടർന്ന് ആള് കോളേജ് പ്രൊഫസറാണ്. ഭാര്യ ഷഹന, എല്ലാവരുടെയും ഷാനാത്ത. ഒരു മോളുണ്ട്, പർവീൻ, പാറൂന്ന് വിളിക്കും. രണ്ടാമത്തെ ആൾ ഷാജഹാൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. കാസിം കോയയുടെ 2ാമത്തെ മകനാണ് ഷാ. അവരുടെ ഫാമിലിയെ നേരത്തെ പരിചയപ്പെട്ടുവല്ലോ. മൂന്നാമത്തേത് ഹക്കീം, ഭാര്യ ഫർസീന. അവർക്ക് 3 മക്കൾ, സിയാൻ, ഹയാൻ, ഹന. സിയാനും ഹയാനും ഇരട്ടകളാണ്. ആദിയുടെ പ്രായം, ഒരുമിച്ച് വളർന്ന കൂട്ടുകാരും. സിയാൻ വാപ്പച്ചിയുടെ പിന്നാലെ സിവിൽ സർവീസിന് പോയി. ഹയാൻ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഹന മെഡിസിൻ എടുത്തു, ഫസ്റ്റ് ഇയർ ആണ്. അതിനു പിന്നിൽ ഗൂഢമായ ഒരു ലക്ഷ്യവുമുണ്ട്. ഏറ്റവും താഴെ സലീന, ഭർത്താവ് ഫാറൂഖ്. 2 പേരും ആയുർവേദ ഡോക്ടേഴ്സാണ്. സ്വന്തമായൊരു ഹോസ്പിറ്റൽ നടത്തുന്നു. 2 മക്കൾ, ഷാമിൽ ആൻഡ് ഒമർ. ഷാമിൽ സിവിൽ എഞ്ചിനീയറാണ്. ഒമർ ഫോട്ടോഗ്രാഫിയാണ് താല്പര്യം എന്ന് പറഞ്ഞ് നാട് മുഴുവൻ ക്യാമറയും തൂക്കി നടക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ അവസരം കൊടുത്തിരുന്നു കാസിം കോയ. അതിൽ ഷാ തിരഞ്ഞെടുത്തത് ബിസിനസ് ആയിരുന്നു. ചിറക്കൽ ഗ്രൂപ്പ്. അതിൻ്റെ കീഴിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനി ഷാമിലാണ് നോക്കുന്നത്. മൊത്തം കമ്പനി അക്കൗണ്ട്സ് ഹയാനും. 3 വർഷം മുമ്പ് ഷാക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അന്ന് ഡിഗ്രി കഴിഞ്ഞ ആദിയെയാണ് ബിസിനസ് മൊത്തമായി നോക്കാൻ ഷാ ഏൽപ്പിച്ചത്. അവൾക്കത് കഴിയുമോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും നല്ല സംശയമുണ്ടായിരുന്നു. പക്ഷേ ബിസിനസ്സിലെ അവളുടെ താല്പര്യം അറിയാവുന്ന വല്യപ്പച്ചിയും മകൻ്റെ കൂടെ നിന്നു. അത് ശരിവെക്കും വിധം ഷായുടെ സഹായത്തോടെ അവൾ 1 വർഷം നല്ല പോലെ കാര്യങ്ങളെ കൊണ്ടുപോയി. എല്ലാ കാര്യങ്ങളും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന അവളെ പിടിച്ച് MBA ചെയ്യാൻ നാട് കടത്തി. തിരിച്ചു വന്നാൽ എല്ലാം അവളെ ഏൽപ്പിക്കാൻ. അവൾ തിരിച്ചു വരാൻ നിൽക്കുമ്പോഴാണ് വീട്ടിൽ റഹ്മാൻ്റെ വക ഒരു ഒഫീഷ്യൽ കല്യാണാലോചന. ഫൈറൂസ് എന്ന ഫിറുവിൻ്റെ. തൻ്റെ സുഹൃത്തിൻ്റെ മകനും ആദിയുടെ പണ്ട് തൊട്ടേയുള്ള കൂട്ടുകാരനുമായതിനാൽ എല്ലാവർക്കും ആ ബന്ധം വളരെ ഇഷ്ടമായി. ആദിയോട് പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ചുകൂടി സമയം വേണമെന്നും ഒരു വിവാഹത്തിന് ഇപ്പോൾ തയ്യാറല്ലെന്നുമായിരുന്നു മറുപടി. അതിന് ഫിറു തന്നെ ഒരുപാട് നാളായി സ്നേഹിക്കുന്നുണ്ടെന്നും ഇപ്പോൾ തൽക്കാലം എൻഗേജ്മെൻറ്റ് മാത്രം മതിയെന്നും പറഞ്ഞു. എല്ലാവരും കൂടി അവളെ നിർബന്ധിച്ചു. ആരെയെങ്കിലും ഒരിക്കൽ കൂടെ കൂട്ടണം. പ്രണയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പരസ്പരം അറിയുന്ന ആളാണെങ്കിൽ അത്രയും നല്ലത് എന്ന് അവളും കരുതി. അങ്ങനെയാണ് എൻഗേജ്മെൻറ്റ് വരെ എത്തിയത്. ഫിറുവും ഫാമിലും വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്തതിനാൽ ആദിയെ പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. ഇനി എന്താ മക്കളുടെ കാര്യം ചെയ്യേണ്ടത്? നിശ്ചയം വേറൊരു ദിവസത്തേക്ക് വെക്കുവല്ലേ? റഹ്മാൻ സംസാരത്തിന് തുടക്കമിട്ടു. ഷാ മറുപടി പറയാതെ തൻ്റെ ഉപ്പയെ നോക്കി. ആ മുഖത്ത് അനിഷ്ടം നിറഞ്ഞു നിന്നിരുന്നു. അത് ശരിയാവില്ല റഹി, നമുക്ക് തൽക്കാലം ഈ ആലോചന വേണ്ടെന്ന് വെക്കാം. ഷാ, അന്നത്തെ സംസാരം മനസ്സിൽ വെച്ച് നീ പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെടാ. മോൾക്ക് താല്പര്യമില്ലാത്തത് അറിയാവുന്നതുകൊണ്ട് പറ്റിപ്പോയതാണ്. എൻ്റെ മോന് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഇനി ഇത് വേണ്ടെന്ന് വെക്കുന്നത് മോൾക്കും വിഷമമാവില്ലേ? ഇത് വേണ്ടെന്നുള്ളത് അവളുടെ തന്നെ തീരുമാനമാണ്. അത് കേട്ടതും ഒന്നും മിണ്ടാതെ അവർ പോകാനൊരുങ്ങി. അങ്കിൾ, ഞാൻ അവളോടൊന്ന് സംസാരിച്ചോട്ടെ? നീ ചെല്ലടാ, അവൾ റൂമിലുണ്ട്. പിന്നെ ഈ കല്യാണം നടക്കില്ലെങ്കിലും നീ ഇവിടുത്തെ കുട്ടിയാണ് കേട്ടോ, വിഷമിക്കേണ്ട. ചെല്ല്. എല്ലാവർക്കും ഒരു മങ്ങിയ ചിരി നൽകി അവൻ മുകളിലേക്ക് പോയി. ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് കൈ തലയ്ക്ക് പിന്നിൽ വെച്ച് കണ്ണടച്ച് കിടക്കുകയായിരുന്നു ആദി. എന്തോ ശബ്ദം കേട്ട് അവൾ കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് പുഞ്ചിരിച്ചു. വാടാ, ഇരിക്കേ. തൻ്റെ അടുത്ത് ബെഡിൽ തട്ടിയവൾ പറഞ്ഞു. അവൻ അവൾക്ക് അഭിമുഖമായി ഇരുന്നു. അവളുടെ ഇരുകൈയും കൂട്ടിപ്പിടിച്ചു. എനിക്കൊരു ചാൻസ് കൂടെ താ ആദി. ഇനി ഇങ്ങനെ ആരും പറയാതെ ഞാൻ നോക്കിക്കോളാം. അവർക്കറിയില്ലല്ലോ നിന്നെ. പ്ലീസ് ഡാ. നിന്നെ സ്വന്തമാക്കാൻ ഇത്രയും അടുത്തെത്തിയിട്ട് എന്നിൽ നിന്ന് അകന്നു പോവല്ലേ ആദി. പ്ലീസ് പ്ലീസ്. ഷ്. അവളവൻ്റെ മുഖം 2 കൈകളും കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. മുഖത്തേക്ക് നോക്ക്. നമ്മൾ തമ്മിൽ ശരിയാവില്ലടാ. ഒന്നാമത് പ്രണയം, അത് നിനക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് നിന്നോട് അങ്ങനെയൊരു ഫീലിങ്സ് ഇല്ലെന്ന് എല്ലാവരേക്കാളും നിനക്ക് നന്നായി അറിയാം. പിന്നെയും ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ ഇനി എനിക്കതിന് സാധിക്കില്ല. വിവാഹം എന്നൊക്കെ പറയുന്നത് 2 പേർ മാത്രം ഒരുമിക്കുന്നതല്ലല്ലോ, 2 കുടുംബം കൂടിയല്ലേ.
എന്നെ കൊണ്ടുപോയത് ആരാണെന്ന് അറിയുന്നത് വരെയും അവരുടെ മനസ്സിൽ ആ സംശയം നിലനിൽക്കും. അങ്ങനെ മുൾമുനയിൽ നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. ലെറ്റ്സ് എൻഡ് ദിസ് ഹിയർ. അവനൊരു നനഞ്ഞ പുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങി. അവൻ പുറത്തേക്ക് പോയതും അവൾക്ക് ഒരു കോൾ വന്നു. അവളുടെ ചങ്കുകളാണ്. MBA പഠിക്കുമ്പോൾ കിട്ടിയ മലയാളി സുഹൃത്തുക്കൾ. എറിക് എബ്രഹാം, അവൻ്റെ കസിൻ സൂസന്ന ജോൺ, പിന്നെ മനു ശങ്കർ. എല്ലാവരും ഒരുമിച്ചാണ് നാട്ടിലേക്ക് വന്നത്. എയർപോർട്ടിൽ നിന്നും 4ഉം 3 വഴിക്ക് തിരിഞ്ഞതാണ്. കോൺഫറൻസ് കോൾ വഴി മൂന്നിൻ്റെയും ചീത്തവിളിയും പരാതിയും പരിഭവവും ഒക്കെ കേട്ട് അവളൊരു വിധമായി. അവരൊരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞാണ് ഫോൺ വെച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു ആദി. അപ്പോഴാണ് കാസിം കോയ അങ്ങോട്ട് വന്നത്. ഉമ്മി എന്താ പറയുന്നേ? എന്ത് പറയാൻ, കല്യാണം മുടങ്ങി. എല്ലാവരോടും എന്ത് പറയും? അങ്ങനെ. അതിന് അവളൊന്ന് ചിരിച്ചു. ഇജ്ജ് ചിരിക്കണ്ട ഹമുക്കേ, എല്ലാവരും വിചാരിക്കുന്നത് അനക്ക് നല്ല സങ്കടാന്നാ. എന്നാ നിക്കറിയാ ഇജ്ജ് കിട്ടിയ അവസരം നന്നായി മുതലാക്കിയതാന്ന്. അല്ലാതെ ആരെന്ത് പറഞ്ഞാലും അനക്കെന്തൊരു വിഷമവും ഇല്ലാന്ന് ഇക്കറിയാം. ഇജ്ജ് ഓനെ മെല്ലെ ഒഴിവാക്കിയതാ. അവള് നിവർന്നിരുന്ന് കുസൃതി ചിരിയോടെ ഹാജിയെ ഒന്ന് നോക്കി. എൻ്റെ വല്യപ്പച്ചി, ഞാൻ അന്നേ പറഞ്ഞതാണ് എനിക്കിപ്പോൾ ഒന്നും വേണ്ടാന്ന്. എന്നിട്ട് വല്യപ്പച്ചിയുടെ വക ഉപദേശം, ഉമ്മിയുടെ വക കരച്ചിലും പിഴിച്ചിലും, അവസാനം ഗതികെട്ട് സമ്മതിച്ചതാണ്. കല്യാണം വരെ സമയമുണ്ടല്ലോ, അപ്പോഴേക്കും ഫിറുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയല്ലോ എന്ന് കരുതി. പിന്നെ ഇങ്ങനെയൊരു അവസരം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ എന്തിനാണ് അത് വിട്ടുകളയുന്നത്? ഇതാവുമ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ല. എന്നാലും ആ ചെക്കൻ ഒരു പാവാണ്. ഓൻക്കന്നെ നല്ല ഇഷ്ടമായിരുന്നു. അവനൊരു പാവമായത് കൊണ്ട് കൂടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നെ കെട്ടിയ ചെകുത്താനും കടലിനുമിടയിൽപ്പെട്ട അവസ്ഥയിലായിരിക്കും അവൻ. എന്നാലും വല്യപ്പച്ചി, എന്നെ കൊണ്ടുപോയത് ആരായിരിക്കും? നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത് നിന്നെ നന്നായി അറിയുന്ന ആരോ ആണ്. പുറത്തു നിന്നുള്ള ആരെങ്കിലും നിന്നെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചാൽ നമ്മളത് അറിയാതിരിക്കില്ലല്ലോ. എൻഗേജ്മെൻറ്റ് മുടങ്ങണം എന്നാണ് അയാൾക്ക് വേണ്ടിയിരുന്നത്. റഹ്മാൻ അങ്കിളും ഫാമിലിയും ഇവിടെ വന്ന് സംസാരിച്ചതൊക്കെ അയാളും അറിഞ്ഞിട്ടുണ്ട്. ഇനി അത് നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാകും എന്നെ വിട്ടത്. നീ നിനക്കറിയാവുന്ന അടയാളങ്ങൾ വെച്ചൊന്ന് നോക്ക്. നിന്റെ അമ്മായിമാരുടെ മക്കളെയും ഉൾപ്പെടുത്തിക്കോ. ആ സമയത്ത് ഇവിടെ ഇല്ലാത്തവർ ആരൊക്കെയാണ്? ഹയാനും സിയാനും ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാവരും പിറ്റേന്ന് എത്തുന്നാ പറഞ്ഞത്. ബാക്കിയുള്ളത് ഷാജിക്കയും ഷാമിലും ഒമറുമാണ്. അതിൽ ഷാജിക്കാനെ ഒഴിവാക്കാം, ഹൈറ്റ് കുറവാണ്. എൻ്റെ 2 ചെങ്ങായിമാരല്ലേ അവരോ? അവരെൻ്റെ കൂടെയല്ലേ വന്നത്. എന്നാലും ഓർക്ക് അതിനുള്ള സമയമൊക്കെ ഉണ്ട്. മനുവിനെ ഒഴിവാക്കാം, അവനും സൂസനും പ്രണയത്തിലാണ്. അങ്ങനെയെങ്കിൽ ഷാമിലിനെയും ഒഴിവാക്കാം, ഓനുക്കും ഒരു മൊഹബത്തുണ്ടല്ലോ. ബാക്കിയുള്ളത് ഒമറും എറിക്കുമാണ്. വരട്ടെ, നോക്കാം. അല്ല, അനക്കെന്താ ഇത്ര ധൃതി ആളെ കണ്ടുപിടിക്കാൻ? എനിക്കൊരു അഹങ്കാരമായിരുന്നു ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അതാണ് അവൻ എനിക്ക് ഒടിച്ചു മടക്കി കയ്യിൽ തന്നത്. ഇനിയും അവൻ എന്നെ തേടി വരും. അതിനു മുൻപ് എനിക്ക് അവനെ കണ്ടെത്തണം. അതിപ്പോൾ അടിതെറ്റിയാൽ ആനയും വീഴൂല്ലേ? അല്ല, ആളെ കണ്ടുപിടിച്ചിട്ട് എന്താ പരിപാടി? അല്ല, ചുമ്മാ അറിഞ്ഞിരിക്കാലോ. നിക്ക് മനസ്സിലായി. എന്ത്? ഒന്നുമില്ല. അപ്പോഴാണ് ഹാഷി അബിയെയും കൊണ്ട് അങ്ങോട്ട് വന്നത്. ഹായ് അബി, നിൻ്റെ എക്സാം കഴിഞ്ഞു? എക്സാം ഉള്ളതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വിവരമറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു. എൻ്റെ ഭാഗ്യത്തിന് ലാസ്റ്റ് എക്സാം 2 ആഴ്ച അപ്പുറത്തേക്ക് നീട്ടിവെച്ചു. അപ്പോൾ നീ 2 ആഴ്ച ഇവിടെ ഇല്ലേ? ഞാനിപ്പോൾ പോകും, നാളെ വരാം. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല, യാത്ര ചെയ്തത് നല്ലോണം ടയേർഡാണ്, ഒന്ന് ഉറങ്ങണം. എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി. താഴേക്ക് ചെല്ല്, ഞാനിപ്പോൾ വരാം. 2 വർഷത്തിന് ശേഷം ഇന്നല്ലേ നീ ദീദുവിനെ കാണുന്നത്? താഴേക്ക് നടക്കുമ്പോഴുള്ള ഹാഷിയുടെ ചോദ്യത്തിന് അവൻ ഉത്തരം പറയാതെ പുഞ്ചിരിച്ചു. ദീദു വന്നു കഴിഞ്ഞാൽ മാത്രം നിന്റെ മുഖത്ത് ചിരിയുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോഴും ഗൗരവവും മാത്രം. എന്നെക്കുറിച്ച് ആരും ഓർക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അന്ന് എന്നെ ശ്രദ്ധിച്ചതും എനിക്ക് വേണ്ടി സംസാരിച്ചതും നിന്റെ ദീദുവായിരുന്നു. എനിക്കും ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിയത് അപ്പോഴാണ്. 3 വർഷം കണ്ടില്ലെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു എന്നെ. ഭക്ഷണം കഴിച്ച് പോകാനൊരുങ്ങിയപ്പോൾ ആദി താഴേക്ക് വന്നു. അവൾ അബിയുടെ കയ്യിലേക്ക് ഒരു ബോക്സ് വെച്ച് കൊടുത്തു. എന്താണെന്ന രീതിയിൽ അവൻ അവളെ നോക്കി. ഒരു ക്യാമറയാണ്. നീ സ്ഥിരം കൊണ്ടു നടക്കുന്നത് വെള്ളത്തിൽ പോയെന്ന് ഹാഷി പറഞ്ഞിരുന്നു, അതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ എനിക്കില്ലേ? നിനക്കെന്തിനാ ക്യാമറ? നീ അത് യൂസ് ചെയ്യുമോ?
ചുമ്മാ കിട്ടിയാൽ കുഴപ്പമില്ല. ഹാഷി വേണ്ടാട്ടോ. ചെല്ലബി, പോയി ഒന്ന് കിടക്കൂ. താങ്ക്സ് ആദി. അവൻ അവളെ ഒന്ന് ഹഗ് ചെയ്തു. അവളെ വിട്ടുമാറാൻ നേരം അവൾ അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. റൂമിൽ ആരുടെയോ പ്രസൻസ് അനുഭവപ്പെട്ട ആദി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു. തൻ്റെ മുന്നിലായി ഇരുട്ടത്ത് ഒരു രൂപം നിൽക്കുന്നത് അവൾ കണ്ടു. വേഗം തിരിഞ്ഞ് ലൈറ്റ് ഓണാക്കിയതും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ബാൽക്കണി ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ട് അവൾ അവിടേക്ക് പോയി നോക്കി. ആരെയും കാണാതെ അവൾ തിരിഞ്ഞു നടന്നതും എന്തോ ഒന്നിൽ അവളുടെ കണ്ണുടക്കി.